ഓസ്ട്രേലിയ മെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കെയർ വിസയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. നമുക്കറിയാം, കെയർ വിസയെ കുറിച്ച് കുറേ നാളുകളായിട്ട് പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ച ഒരു കാര്യമാണ്. എന്നാണ് കെയർ വിസ ഓപ്പൺ ആകുന്നത്? ഓസ്ട്രേലിയയിലേക്ക് കെയർ വിസ ഓപ്പൺ ആകുമോ? അതുപോലെ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്, എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് മെൽബണിലെ ഓസ് മൈഗ്രേഷനിലെ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റായ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ്. അദ്ദേഹത്തിനാണ് എന്നെക്കാളും ഒരു പരിധിവരെ ഈ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റ് ആണ്. 21 വർഷമായിട്ട് മൈഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന ഒരു ഏജൻസിയാണ് ഓസ് മൈഗ്രേഷൻ. സോ അദ്ദേഹത്തോട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. നിങ്ങൾ ആദ്യമായി ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. നമസ്കാരം ടോണി. നമസ്കാരം നമ്മുടെ വ്യൂവേഴ്സിനും. ടോണി ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഏജ് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്, പർട്ടിക്കുലർലി ദോസ് ഹു ആർ ഗോയിങ് ടു വർക്ക് ഇൻ ഏജ് കെയർ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പേര് ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ഏജ് കെയർ ഇൻഡസ്ട്രി ഐദർ ഇൻ ഇന്ത്യ, US, UK, പിന്നെ ഓസ്ട്രേലിയയിൽ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ പേരോട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത്, particularly those who are working as a nursing support worker, ANSCO code 423312, പിന്നെ personal care assistant, ANSCO code 423313, അതുപോലെ ഏജ് കെയർ ആൻഡ് ഡിസബിലിറ്റി കെയറർ, ANSCO code 423111. അപ്പോൾ ഈ 3 ഓക്യുപ്പേഷനാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഫോർ എനിവൺ who is already working in that field, അല്ലെങ്കിൽ those who are planning to work, or those who are already in Australia. നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് I'll try and give you as much information as possible. പർട്ടിക്കുലർലി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ സ്കാംസ് ഉണ്ടാവാറുണ്ട് എന്തെങ്കിലും വീസ മാറ്റം വരുമ്പോഴത്തേക്ക്. ഈ ഒരു പുതിയ വീസ മാറ്റം വന്നിരിക്കുന്നത് 5th May 2023. It's only this month, in May it has happened. ഇതൊരു നല്ലൊരു വാർത്തയാണ്. കാരണം ഏജ് കെയർ ഇൻഡസ്ട്രി ഓസ്ട്രേലിയയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഇൻഡസ്ട്രി. അപ്പം ഈ ഒരു ഏരിയയിൽ ദർ ഇസ് ഡെഫിനറ്റ് ഗവൺമെന്റ് ഈസ് ലുക്കിംഗ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ ടു വർക്ക് ഇൻ ദറ്റ് ഏരിയ, particularly because Australians are getting aged. ഓസ്ട്രേലിയയിൽ ഒരിക്കലും നമ്മൾ ഏജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പീപ്പിൾ they get into nursing homes. നമ്മുടെ നാട്ടിൽ പോലെ അല്ല. നാട്ടിൽ ഇപ്പോഴും ക്വൈറ്റ് കോമൺ, ഇറ്റ് ഇസ് ബിക്കമിങ് ആ ഒരു സ്പീഡിൽ എത്തുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ പർട്ടിക്കുലർലി ഏജ് കെയർ ഇൻഡസ്ട്രി ഈസ് വെരി ബിഗ് ഇൻഡസ്ട്രി. അപ്പം ഇവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ട്. അത് കാരണം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇസ് ടേക്കൻ ദിസ് എക്സ്ട്രീം സ്റ്റെപ്പ്. അപ്പം ഇതിൽ പ്രത്യേകം നോക്കേണ്ടത്, ആസ് എൻ ഏജ് കെയർ വർക്കർ, ഓർ നിങ്ങൾക്ക് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സ്പോൺസർഷിപ്പ് ഇൻ ദറ്റ് ഏരിയ ഓൺ ഫോർ ഗെറ്റിംഗ് എ വീസ, പിന്നെ അത് in that visa also leading to PR, then you must look for an employer who has entered into an aged care industry labor agreement. Very important. So if you are looking to work in that area and looking for sponsorship, particularly for visa, then you must look for an employer who is who has aged care industry labor agreement. Appam ee or agreement illada they cannot take you on a visa. പക്ഷേ if an employer is willing to do that, hopefully they should be able to sponsor you. അപ്പം ഇത് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്, ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം ഈ അഗ്രിമെന്റ് തുടങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5th May 2023. ഇറ്റ്സ് കോൾഡ് എസ് എ ന്യൂ ലേബർ അഗ്രിമെന്റ് ഫോർ ഏജ് കെയർ ഇൻഡസ്ട്രി, announced by Minister Giles, നമ്മുടെ മിനിസ്റ്റർ ഹൂ ഇസ് ലുക്കിംഗ് ആഫ്റ്റർ ഇമിഗ്രേഷൻ. അപ്പം this particular visa, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, they can sponsor you for temporary skilled working visa. അതിൽ നിന്ന് there's a pathway for going into permanent residency. അപ്പം ആദ്യം പോകുന്നത് temporary skills shortage visa. From there it can lead to permanent residency. അപ്പം ഇത് ഗവൺമെന്റ് what it has done is ഒരു tripartite approach basically ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. So there is an industry ഈ agreement കിട്ടണമെങ്കിൽ the sponsor will need to enter into a MOU, Memorandum of Understanding, between there are 3 unions in Australia who look after this sector. അതൊന്ന് നമ്മുടെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഫെഡറേഷൻ, രണ്ടാമത്തത് ഹെൽത്ത് സർവീസസ് യൂണിയൻ,
മൂന്നാമത്തെ യൂണിയനാ യുണൈറ്റഡ് വർക്കേഴ്സ് യൂണിയൻ. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ കുറച്ചായിട്ട് ഇവിടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ സ്ക്രീൻ ഇറ്റ് സെൽഫ്. നിങ്ങൾക്ക് അവരുടെ പറ്റി വേണമെങ്കിൽ അവരുടെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് യൂണിയൻ. പക്ഷേ that part of the work is belonging to the employer, so you don't have to be really worried about it. നിങ്ങളുടെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഗോ ത്രൂ ദ വീസ റിക്വയർമെന്റ്സ്. അപ്പോൾ ഈ 3 ഓക്യുപ്പേഷൻസ് ഞാൻ പറഞ്ഞ പോലെ നഴ്സിംഗ് സപ്പോർട്ട് വർക്കർ, പേഴ്സണൽ കെയർ അറ്റൻഡന്റ്, ഏജ്ഡ് ആൻഡ് ഡിസബിലിറ്റി കെയർ, ഈ 3ന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതിൽ കൺസെഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. സോ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽ ഇറ്റ്സ് ഓൺലി ആസ്കിങ് ഫോർ 5.0 IELTS or equivalent. അപ്പം മിനിമം 5.0. അതിലും കുറച്ച് കൺസെഷൻസ് ഉണ്ട്. നമ്മുടെ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് 5.0 ആയിരിക്കണം. പിന്നെ 4.5 റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പം ഇത് ഞാൻ ഈ ബ്ലോഗിൽ ഇതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ സ്ക്രീൻ ഇറ്റ്സെൽഫ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഈ ഓക്യുപ്പേഷന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TSS 482 നിങ്ങൾ ആദ്യം അവരെടുക്കാൻ പോകുന്നത്. Those who are going to be, whichever employer is willing to take you, they'll take you on 482 visa. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് 3 വേണം നമുക്ക്. AQF ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഈക്വലന്റ് സർട്ടിഫിക്കറ്റ് 3. അല്ലെങ്കിൽ അതിലും കുറച്ച് കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. Those who are already working in the field and more than 12 months work experience ഉണ്ടെങ്കിൽ. പക്ഷേ ഇത് ഓവർസീസ് വർക്ക് എക്സ്പീരിയൻസ് യൂഷ്വലി എന്തെങ്കിലും അതിൽ സംടൈംസ് ഇറ്റ് മെ നോട്ട് ബി ഈക്വലന്റ് ടു ഓസ്ട്രേലിയൻ വർക്ക് എക്സ്പീരിയൻസ്. അതിനൊക്കെയാണ് ദ ബെസ്റ്റ് വേ ഓഫ് ഹാൻഡ്ലിംഗ് ഇറ്റ് ഈസ് ടു ഗെറ്റ് എ പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് ത്രൂ ANMAC. അപ്പം ഈ ANMAC എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ, അവർ ദേ ക്യാൻ ഡു എ പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ്. അപ്പം ആ പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ അറ്റ്ലീസ്റ്റ് വി നോ ദറ്റ് യുവർ ഓവർസീസ് ക്വാളിഫിക്കേഷൻ ഈസ് റെക്കഗ്നൈസ്ഡ്. പിന്നെ സാലറി പറഞ്ഞിരിക്കുന്നത് 51,222. ഏജ് ലിമിറ്റ് പിന്നെ 482 സാധാരണ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ വെൻ യു ആർ ഗോയിങ് ഫോർ 482 PR പോകുമ്പോഴത്തേക്ക് ദർ ഇസ് എൻ ഏജ് ലിമിറ്റ് ഓഫ് 45 years. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറ്റ്സ് 45 years ഇൻ കേസ് യു പ്ലാൻ ടു ഗോ ഫ്രം TSS ടു ENS വിസയിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ പാത്ത് വേ ടു പെർമനന്റ് റെസിഡൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു മസ്റ്റ് വർക്ക് ഓൺ TSS വിസ ഫോർ അറ്റ്ലീസ്റ്റ് 2 years ആൻഡ് ദെൻ ദി എംപ്ലോയർ ഷുഡ് ബി വില്ലിംഗ് ടു സ്പോൺസർ യു ഫോർ ENS. ആ ENSലും ദർ ഇസ് സം കൺസെഷൻസ് ഗിവൻ. ഞാൻ ഈ നമ്മുടെ ബ്ലോഗിൽ തന്നെ ഞാൻ അതിൻ്റെ റിക്വയർമെൻറ്റും ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് സീ ദി എൻറ്റയർ ബ്ലോഗ് ആൻഡ് റീഡ്. ഞാൻ ആ സ്ക്രീനിൽ ഇരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക ആൻഡ് ഹോപ്പ്ഫുള്ളി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് very complicated, but at the same time you must understand this entire procedure is not straightforward. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the employer requires to enter into a labor agreement. Only those employers who are having the labor agreement, അവർക്ക് മാത്രം നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പക്ഷേ it's a fantastic opportunity for all those people who are working in healthcare industry, particularly those who are working as a support worker, personal care attendant, അതുപോലെ ഡിസബിലിറ്റി കെയർ, ഏജ് കെയർ വർക്കേഴ്സ്. അപ്പം നിങ്ങളുടെ ഈ എൻറ്റയർ സപ്പോർട്ട് ഇൻഡസ്ട്രി, നമ്മുടെ ഈ ഏജ് കെയർ ഇൻഡസ്ട്രി, ദിസ് ഇസ് എ ഫാന്റാസ്റ്റിക് ചേഞ്ച് ആൻഡ് മെനി ഓഫ് അവർ ആപ്ലിക്കൻസ് ദോസ് ആർ വർക്കിംഗ് ഓവർസീസ്, ഈവൻ ഇൻ ഓസ്ട്രേലിയ ഓർ എനിവെയർ, ഷുഡ് ബി ഏബിൾ ടു ടേക്ക് അഡ്വാൻറ്റേജ് പ്രൊവൈഡഡ് യു ഹാവ് എൻ എംപ്ലോയർ ഹു ഇസ് വില്ലിംഗ് ടു സ്പോൺസർ യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോർ ദൻ ഹാപ്പി ടു ടേക്ക് എ കൺസൾട്ടേഷൻ ഫ്രം അവർ ടീം മെമ്പേഴ്സ് ഓർ എനി അതർ മൈഗ്രേഷൻ ഏജന്റ് ഹു ഇസ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് ഹോപ്പ്ഫുള്ളി ദേ ഷുഡ് ബി ഏബിൾ ടു ക്ലാരിഫൈ യുവർ ക്വസ്റ്റ്യൻസ്. Thank you, Tony, for this. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ഓസ്ട്രേലിയൻ മല്ലു.